ബംഗ്ലാദേശിൽ കഴിഞ്ഞ ദിവസം ഒരു തീപിടുത്തമുണ്ടായി. ബന്ദർബൻ ഡിസ്ട്രിക്റ്റിലെ സജീക്ക് വാലി എന്ന് പറയുന്ന വാലിയിലാണ് ഈ തീപിടുത്തമുണ്ടായത്. വമ്പൻ നാശനഷ്ടമാണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ തീപിടുത്തമുണ്ടായത് എങ്ങനെയാണ് എന്ന് ആർക്കും അറിയില്ല. ഷോർട്ട് സർക്യൂട്ടാണ് ആദ്യം പറയുന്നതെങ്കിലും പിന്നീടുള്ള അന്വേഷണത്തിൽ ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് ബംഗ്ലാദേശിലെ പാകിസ്ഥാൻ സൈന്യവും അവരുടെ പ്രാദേശിക കൂലിപ്പടയാളികളുമാണ് ഈ സജീക്ക് വാലി മുഴുവൻ ചുട്ട് ചാമ്പലാക്കിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സജീക്ക് വാലിയിൽ പൂർണ്ണമായും സജീക്ക് വാലി കത്തി നശിച്ചു. 92 കോട്ടേജുകൾ ടൂറിസ്റ്റുകൾക്കായുള്ള സമ്പൂർണ്ണമായിട്ടും അത് കത്തി നശിച്ചിരിക്കുകയാണ്. പോരാത്തതിന് ഈ സജീക്ക് വാലി പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. ഈ സജീക്ക് വാലിയിലേക്ക് ഇനി വരണ്ട എന്നാണ് ടൂറിസ്റ്റുകളോട് നിലവിൽ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. എന്തായാലും ആ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സജീക്ക് വാലിയിലൂടെ ബംഗ്ലാദേശ് സൈന്യം നടന്നു നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഈ സജീക്ക് വാലി എന്ന് പറയുന്ന ഈ വാലി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉൾഫയുടെയും മറ്റും, അതായത് തീവ്രവാദ സംഘടനയായിട്ടുള്ള ഉൾഫ, ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള ആസാമിൽ നിന്ന് ചവിട്ടിപ്പുറത്താക്കപ്പെട്ട ഉൾഫയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ISI ഒക്കെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഇന്ത്യക്കെതിരെ തിരിച്ചുവിടാനായിട്ട്. ആ ഉൾഫ അടക്കമുള്ള വിഘടനവാദികളുടെ പ്രധാനപ്പെട്ട താവളമാണ് ഈ സജീക്ക് വാലി എന്നും അറിയാനായി സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ പരിശീലനം കൊടുക്കുന്ന സ്ഥലമാണ് ഈ സജീക്ക് വാലി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം വലിയ തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. രംഗമതിയിലെ സജീക്കിലുണ്ടായ വിനാശകരമായിട്ടുള്ള തീപിടുത്തത്തിൽ 94 റിസോർട്ടുകൾ, കോട്ടേജുകൾ, റെസിഡൻഷ്യൽ വീടുകൾ എന്നിവ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:45 ബഗൈചാരി ഉപസിലയിലെ സജീക്ക് യൂണിയനിലെ റുയിലുയി ടൂറിസ്റ്റ് ഏരിയയിൽ ഈ സംഭവം ഉണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ ഹെഡ്മാൽ ലാൽ തങ്ക ലുസായിലെ വസതിക്ക് സമീപമുള്ള സജീക്ക് ഇക്കോ വാലി എന്ന റിസോർട്ടിലാണ് ആദ്യം തീപിടുത്തം ഉണ്ടായത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ഇവിടെ എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് എന്ന ചോദ്യത്തിന് ആർക്കും ഇവിടെ മറുപടിയില്ല. ഇപ്പോൾ പല നിഗമനങ്ങളും ചെന്നെത്തുന്നത് ഇവിടെ വിഘടനവാദികളുടെ ഒരു കേന്ദ്രമാണ്. അവരും പാകിസ്ഥാൻ സൈന്യവും ഇവിടെ തമ്പടിച്ചിരുന്നു. അങ്ങനെ ഈ സജീക്ക് വാലിക്ക് നേരെയുള്ള ഒരു അറ്റാക്ക് ആയിരിക്കാമോ ഇതെന്നാണ് ഇപ്പോൾ ബംഗ്ലാദേശ് സംശയിക്കുന്നത്. പാകിസ്ഥാൻ സൈന്യത്തെ അകത്ത് കയറ്റി വന്നപ്പോൾ അകത്ത് കയറ്റിയപ്പോൾ ബംഗ്ലാദേശ് കൂടെ ധാരാളം ഭീകരവാദികളും ബംഗ്ലാദേശിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഭീകരവാദികൾ ഒന്നും പരിശോധിക്കാതെയാണ് യൂനസ് അകത്തേക്ക് കയറ്റി വിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ട്. ബംഗ്ലാദേശിൽ കോക്സ് ബസാറിലെ ഒരു വ്യോമസേനാ താവളത്തിൽ ഒരു ഭീകരാക്രമണം നടന്നു. 6 മരണങ്ങളാണ് അവിടെ റിപ്പോർട്ട് ചെയ്തത് അനൗദ്യോഗികമായി. എന്നാൽ മരണസംഖ്യ ഉയരുന്നുമുണ്ട്. അപ്പോൾ സമാനമായിട്ടുള്ള ഒരു സംഭവമാണ് ബംഗ്ലാദേശിലെ സജീക്ക് വാലിയിലും ഉണ്ടായിരിക്കുന്നത്. ഈ സജീക്ക് വാലിയിലുണ്ടായ ഈ സംഭവത്തിൻ്റെ ചുരുളുകൾ ഇനി അഴിയേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.